പെരുമ്പടും പാലം അല്ലടാ, പാലം, പെരുമ്പലം. അങ്ങനെ വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഞാനും ടോണിയും കൂടി രാവിലെ എഴുന്നേറ്റ് പെരുമ്പടം പാലത്തിൽ സൺറൈസ് കാണാമെന്നും പറഞ്ഞു പോയി. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി, ലേറ്റ് ആവണ്ടല്ലോ കറക്റ്റ് സൺറൈസ് ക്യാപ്ചർ ചെയ്യാൻ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ഫുൾ ഡാർക്ക്. ആകെ രാവിലെ മോർണിംഗ് വാക്കിന് നടക്കുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ ലൈറ്റ്സ്, അത് ഇനോഗ്രേഷൻ പ്രമാണിച്ച് വെച്ചതാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ ഓർത്ത് എന്തായാലും ടൈം ഉണ്ടല്ലോ, പെരുമ്പളം ഐലൻഡ് അങ്ങോട്ട് കണ്ടേക്കാം. അങ്ങനെ ചെന്നെത്തി ആദ്യത്തെ ലെഫ്റ്റ് എടുത്തതും ഒരു ദി എൻഡിലേക്കായിരുന്നു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥയെന്ന് വിചാരിച്ച് ഞങ്ങൾ യൂ ടേൺ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നല്ല ഒരു അമ്പലത്തിലെ പാട്ട് കേൾക്കായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. ലെഫ്റ്റിലേക്ക് നോക്കിയപ്പോഴേക്കും ഒരു നല്ല അമ്പലം ഉണ്ടായി. പിന്നെ ഞങ്ങൾ ഓർത്തു എന്തായാലും രാവിലെ അല്ലേ, ആദ്യത്തെ കട കണ്ട് നമുക്കൊരു ചായ കുടിച്ചേക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായക്കട കണ്ടുപിടിച്ചെത്തി. അവിടെ കുറച്ച് ലോക്കൽ നാട്ടുകാരുടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവർ പുതിയ പാലത്തിൻ്റെ കാര്യങ്ങളും എല്ലാമൊക്കെ പറഞ്ഞ് ഡിസ്കസ്സൊക്കെ ചെയ്ത് അവിടെ ഏകദേശം ഒരു 6 മണിയായി. 6 മണിയായപ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിട്ടു. സൺറൈസ് ക്യാപ്ചർ ചെയ്യാൻ നേരെ ബ്രിഡ്ജിലേക്ക്. സ്കോപ്പും ഇല്ല, ഈ ഡയറക്ഷനിലല്ലല്ലോ സൺറൈസ് വരുന്നത്. പിന്നെ ആ വഴി കൂടി പോണ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, മക്കളെ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് സൺറൈസ് ഒന്നും കിട്ടത്തില്ല. സൺ അത്യാവശ്യം റൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അടുത്തൊരു കടവുണ്ട്, കടവിൽ പോയാൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളി സൺറൈസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങൾ ഒന്നും നോക്കിയില്ല, 2 പേരും കൂടി അടുത്തുള്ള കടവ് തപ്പി അവിടെ നിന്ന് ഇറങ്ങി കടവിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും ബോട്ട് ജെട്ടിയുടെ ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം കണ്ട് എന്നാൽ സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഈ ബോട്ട് ജെട്ടിയുടെ അറ്റത്ത് പോയി ഞാനിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴാണ് ടോണി വന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നീ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ ആണ് ഈ പാലം. അപ്പം എനിക്ക് മനസ്സിലായി, കാര്യം നമ്മുടെ പണി പാളി. കാരണം നമ്മൾ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കടവിലാണെങ്കിൽ ഈ സൈഡിലും സൺറൈസ് കാണാൻ പറ്റില്ലല്ലോ. അത് ഈക്വൽ ടു നമ്മൾ ബ്രിഡ്ജിൽ നിൽക്കണതിൻ്റെ ഈക്വൽ അല്ലേ. അങ്ങനെ പണി പാളിയെന്ന് മനസ്സിലാക്കി നമ്മൾ ആ സ്ഥലം വിട്ടു ഈ ഐലൻഡിൻ്റെ അടുത്ത അറ്റത്തുള്ള കടവ് കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ഇട്ടു. സ്ഥിരം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ ഒരു അവസ്ഥ. ഇന്ന് ഓൾറെഡി ഒരു 2 ടൈം ഫ്ലോപ്പായ സ്ഥിതിക്ക് നമുക്കെന്നാൽ ഇവിടുത്തെ വ്യൂ വിട്ടിട്ട് അടുത്ത കടവ് തപ്പി ഇറങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോയി. നമ്മളിപ്പം നിന്ന സൈഡിലെ കടവെന്നാണ് പാണാവല്ലി അരൂർ സൈഡിലേക്ക് പോകാൻ പറ്റുന്നത്. നിങ്ങളുടെ അവിടെ എവിടെയാണ് കടവുള്ളത്? സ്വപ്നരാഗത്തെ ബാലഭാസ്കര ബോട്ടിൽ പോണ സംഭവം ഉണ്ടായിരുന്നു. കുട്ടാണന്റെ വീട്ടിൽ പോകുമ്പോ കുട്ടാണം കൊണ്ടുപോയത്. കുട്ടാണന്റെ അവിടെ കുട്ടാട്ടൻ മറ്റേ വള്ളത്തിലല്ലേ കൊണ്ടുപോണത്, അല്ലാണ്ട് ബോട്ടിലല്ലല്ലോ. വള്ളം ഒരു ബോട്ടല്ലേ. കടവ് നീ എവിടെ കണ്ടത്? അവിടെ കടവുണ്ട് മാൻ, ഒരു കോപ്പറില്ല. ടോണിയായിട്ടുള്ള വമ്മൻ ഡിബേറ്റ് കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ കടവിലെത്തിയപ്പോൾ ദാ കാണുന്ന നമ്മുടെ ബ്യൂട്ടിഫുൾ സൺറൈസ്. ഈ സൺറൈസ് എൻജോയ് ചെയ്യാൻ ഞങ്ങൾ പൂത്തോട്ടൊക്കെ പോകുന്ന ഗവൺമെൻറ് ബോട്ടിൽ കയറി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലത്തെ ടൈമിൽ ഒരു നല്ലൊരു തണുപ്പും കാറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊരു വണ്ടർഫുൾ റൈഡായിരുന്നു. ഓർക്കുമ്പോൾ അത്ഭുതമാവുന്നു, ഇത്രയും വർഷവും ഇത്രയും ടെക്നോളജി ഡെവലപ്മെൻ്റ് എല്ലാം വന്നിട്ട് ഈ ഒറ്റ ഒരു ഐലൻഡ്, ഒരു അപ്രോച്ച് റോഡ് ഇല്ലാണ്ട് ഇത്രയും വർഷം ആൾക്കാർ ഇവിടെ ജീവിച്ചു. ഈ ഐലൻഡിൽ മൊത്തത്തിൽ ഒരു 10,000+ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവർക്ക് ആകെ വേറെ മെയിൻലാൻഡിലേക്ക് എത്താൻ 2 വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം ആദ്യം നമ്മൾ കണ്ട കടവ്, ആ കടവിൽ നിന്ന് അരൂർ പാനാവള്ളി സൈഡിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ പൂത്തോട്ട വൈക്കം സൈഡിലേക്ക് പോകാൻ ഈ കടവ്. എന്ത് എമർജൻസി, എന്ത് അത്യാവശ്യം വന്നാലും അവർക്ക് ബോട്ട് അല്ലെങ്കിൽ ഫെറി ഡിപ്പെൻഡഡ് ആയിരുന്നു അവരുടെ ലൈഫ്.
എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എങ്ങനെ they lived all this year when everything around the world has developed so much. The dream that took 50 years, the dream of having a bridge for this place. But this wasn't accepted quietly. For over 50 years, the people of Perimbalam kept asking for one thing, a bridge. Demand existing for decades before construction began. Project approved and started around 2019. Faced delay, legal issues, and challenge before completion. A dream passed from one generation to another. And today, that dream stands tall across the lake like a rainbow. Opened on March 7, 2026, the length of the bridge across Kerala it's one of the longest across the Kerala backwaters, which is 1.15 kilometer, connects with Perambalam Island to Arurkutti, the main line, and it is built across Vembanad Kayal, which is one of the largest lake in Kerala. The cost of the bridge cost around 100 crore. It's not just a bridge, but a lifeline for the people in Perumbalam. Now you must be thinking, what this bridge change? This bridge does not just connect land, it connects the dream. Ends the decades of isolation that people have faced here. Faster access to the hospitals, schools, job, even boost tourism potential and local economy of this area. For the first time, Perambalam can touch the mainland without waiting. If you truly want to experience the beauty of this island, the people, the calmness, do visit this place. It's just 40 kilometers from Ernakulam, yet it feels like a complete different world. For more aesthetic journey, you can take a boat ride or even a local ferry and arrive here the way the island was meant to be experienced. And if you want to slow down, there are some beautiful stays here, perfect for peaceful weekend to experience the true Kerala village life. I'll drop you the location of these stays in the description so you can explore them for yourself. If you want to see Kerala beyond usual, not just as a place but as a feeling, come explore it with me. Kerala isn't just a destination, it's an experience. And if you want to truly feel it, travel a little deeper and maybe travel with me. Thank you.